ഒരു മാസം കൂടെ കഴിയും. എന്തിനാ അവിടെ വന്നത്? കടം വാങ്ങിച്ച 2000 രൂപയുടെ പലിശ വാങ്ങിക്കാൻ വന്നത്. പലിശ? എന്ത് വേണം? പലിശ പണമായിട്ട് വേണമെന്നില്ല. മനസ്സിലായില്ല. വല്ലപ്പോഴും ഞാൻ ഇവിടെ ഇങ്ങനെ വരും. അപ്പോ ഒരു സ്ത്രീയോട് ഞാൻ ഇതുപോലെ യാചിച്ചു. പക്ഷേ ഇതിന്റെ കാര്യത്തിൽ ഞാൻ ദുർബലനാണ്. എന്നെ ഉപദ്രവിക്കരുത്. എന്നും വന്ന് ഞാൻ ഉപദ്രവിക്കില്ല. മാസത്തിൽ ഒരിക്കൽ മാത്രം പലിശ തരണം. പുറത്ത് പോകാനാ പറഞ്ഞത്. ആഴ്ചയിൽ ഒരിക്കലാക്കാൻ മതി. എന്റെ വേല വെച്ചാൽ എന്നോടൊപ്പം മുന്നോട്ട് നിനക്ക് സാധിക്കണ എത്തിലെ പറക്കുന്ന പട്ടി. നീ മനുഷ്യനെയല്ലടാ. അതിവ്രതമയാണ് അല്ലേ ദേവളിശി? നിന്റെ ഭർത്താവ് എന്ന് പറയുന്നതിനോട് അവന്റെ മുമ്പിൽ വെച്ച് നിന്നെ നശിപ്പിച്ചില്ലെങ്കിൽ എന്റെ പേര് ഗോപി എന്ന്. ജോലിക്ക് വഴിപാട് കഴിച്ചു, ഒരു കുഞ്ഞിക്കാലും കാണാറായി. ഇനി ഒരു കാര്യം കൂടി ബാക്കിയുണ്ട്. നമ്മുടെ കല്യാണം അല്ലേ? അതെ, കുഞ്ഞ് ജനിക്കുന്നതിന് മുൻപേ നമ്മുടെ കല്യാണം നടന്നിരിക്കണം. അല്ലെങ്കിൽ അതിനു മുൻപ് എനിക്കെന്തെങ്കിലും സംഭവിച്ചു പോയാൽ കുഞ്ഞിന്റെ അച്ഛൻ ആരാണെന്ന് ചോദിച്ച് ആളുകൾ നിന്നെ വേദനിപ്പിക്കും. ഞാൻ അനുഭവിച്ച ദുരിതം എന്റെ കുഞ്ഞിന് വരരുത്. പിന്നെ നമ്മുടെ കല്യാണം രജിസ്റ്റർ ഓഫീസ് നടത്താം. ഇന്ന് തന്നെ പോയി ഒരു തീയതി നിശ്ചയിക്കാം. ആ, കല്യാണത്തിന് മുമ്പ് ഇതെങ്ങനെ ഉണ്ടായെന്ന് ഓഫീസർ ചോദിച്ച എങ്ങനെ ഉണ്ടായെന്ന് വിശദമായി പറഞ്ഞു കൊടുക്കണം. നാണമില്ലാത്തത്. പിന്നെ ഇതൊക്കെ അങ്ങനെ ചോദിക്കാൻ പോന്നെ? 15 ദിവസം കഴിയണം. എന്ത് സാക്ഷികളാണോ? എന്നാ 18-ാം തീയതി എന്നെ നടത്തി കളയാം. എന്താ അല്ലേ?
യമാനെ ദാ പോകുന്നു ഞങ്ങളുടെ വാറ്റ് ബിസിനസിന്റെ മുതലാളി. അങ്ങേര് തന്നെ ഞങ്ങളുടെ മുതലാളി. ഇതോ ആ ചുവന്ന ഷർട്ട് ഇട്ടിട്ട് പോകുന്നത് അങ്ങേരാണ്. സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകും. അയ്യോ അയാളോട് എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല മറിയ, ഞാൻ ഒന്നും പറഞ്ഞില്ല. അയ്യോ, ആരും അവിടെ കിടക്കുന്നില്ല. അയ്യോ, ആ നമ്മുടെ ഗോപിയേട്ടനല്ലേ? അയ്യോ, എന്ത് പറ്റി? അയ്യോ, ചോര വരുന്നല്ലോ. ഇതൊന്നും പോരാടി ഇവൻ ചെയ്തിട്ടുള്ള പാവങ്ങൾക്ക്. ചാവട്ടെ വെണ്ണുപിടിയൻ. അയ്യോ, എന്റെ കൺമുന്നിൽ വെച്ച് നിനക്ക് ഇത്രയൊക്കെ സംഭവിച്ചിട്ടും എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയാതെ പോയല്ലോ മാലതി. ഞാൻ ആലോചിക്കുന്നത് അതല്ല, നമ്മളെ ഒരുമിച്ച് ജീവിക്കാൻ അനുവദിക്കുന്നില്ലല്ലോ എന്നാണ്. എല്ലാം എന്റെ തെറ്റാണ്. ഞാൻ ഗോപിയുടെ വീട്ടിലേക്ക് പോകും. നീ എന്താ പറഞ്ഞേ? ഗോപിയുടെ വീട്ടിൽ പറയാൻ 2000 രൂപയ്ക്ക് വേണ്ടി ഞാൻ പലരെയും സമീപിച്ചു, കിട്ടിയില്ല. വേലുവെട്ടിന് ജോലി കിട്ടാതെ പോകുമോ എന്നുള്ള വെപ്രാളത്തിൽ അവസാനം എനിക്ക് ഗോപിയോട് തന്നെ ചോദിച്ചു വാങ്ങേണ്ടി വന്നു. നീ എന്തായി പറഞ്ഞത്? ഗോപിയുടെ പണം വാങ്ങിയെന്നോ? നീ എന്താ മാലതി കാണിച്ചത്? ദുഷ്ടനെ ഞാൻ ഇല്ല. ആ 2000 രൂപ മടക്കി കൊടുത്തിട്ട് മറ്റെന്ത് കാര്യമുണ്ട്? ഞാൻ അവശനായി കിടന്നപ്പോൾ ഒരു സ്ത്രീക്കും എന്നോട് സഹതാപം തോന്നിയില്ല. എല്ലാവരും എന്നെ കാർക്കിച്ചു തുപ്പിക്കൊണ്ടാണ് പോയത്. സ്ത്രീവർഗത്തെ ഞാൻ എത്രമാത്രം ദ്രോഹിച്ചിട്ടുണ്ടെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. ഇന്നെന്നെ സ്നേഹിക്കാൻ നീ മാത്രമേ ഉള്ളൂ മറിയേ. ചേട്ടൻ കൂടുതൽ സംസാരിക്കണ്ട, ഉറങ്ങിക്കോളൂ. എങ്ങനെ ഉറങ്ങും? പോലീസ് നാലുപാടും എന്നെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരിട്ട് ചെന്ന് പോലീസിനോട് കുറ്റമേറ്റു പറഞ്ഞാൽ ചിലപ്പോൾ പിഴ മാത്രം അടച്ചാൽ മതിയാവും. ചേട്ടൻ ധൈര്യമായിരിക്കൂ. എന്ത് ചെയ്തിട്ട് കൈ കൊള്ളത്തില്ല. അല്ല, ഇതാരെ വേലുവോ? വഴിതെറ്റി വന്നതായിരിക്കും. കല്യാണം കഴിഞ്ഞു, ആളങ്ങ് ഡള്ളായിപ്പോയല്ലോ വേലോട്ടാ. എനിക്ക് അത്യാവശ്യമായി 2000 രൂപ വേണം. 2000 രൂപ ചീട്ട് കളിച്ചുണ്ടാക്കാൻ വന്നതായിരിക്കും. തമാശ പറയടാ. എങ്ങനെയെങ്കിലും 2000 രൂപ ഉണ്ടാക്കും. എങ്ങനെയെങ്കിലും 2000 രൂപ. ഇങ്ങ് വാ, പറയട്ടെ. എന്താ? നമ്മുടെ കടപ്പുറത്ത് കിഴക്കേ അറ്റത്തൊരു ബംഗ്ലാവില്ലേ? നമ്മുടെ ശിവരാം മുതലാളിയുടെ? അതെ, അത് തന്നെ. അവിടെ ആരുമില്ല, എല്ലാവരും നാട്ടിൽ പോയിരിക്കുക.
അകത്ത് കടന്നു കിട്ടിയാൽ നല്ല കൊയ്ത്ത. 50-50. എന്തു പറയുന്നു? ഇന്ന് രാത്രി തന്നെ പോയിക്കളയാം. സംഗീത കച്ചേരി വെറുതെ ഒന്ന് പാടിപ്പോയതാ സാറേ. നിർത്തി.